ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൊക്ബി മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒലിവ് ബോർഡിൽ ജനുവരി 5 മുതൽ 6 വരെ നടന്ന SSC CGL ടയർ 1-ൻ്റെ ഇനി 2026 നടക്കാൻ പോകുന്ന Tier 1-ന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ Tier 1-ന് ലൈവ് മൂക്ക് നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ മാത്സിലെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓൾസോ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 25 ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഔട്ട് ഓഫ് 3 നമ്പേഴ്സ് ദ ഫസ്റ്റ് ഈസ് ട്വൈസ് ദ സെക്കൻഡ് ആൻഡ് 3 times the third. ദ ആവറേജ് ഓഫ് ദി 3 നമ്പേഴ്സ് ഇസ് 88. ദ സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ 3 നമ്പറുകളുണ്ട്, അതിൽ അവർ തമ്മിലുള്ള ബന്ധം പറയുകയാണ് അല്ലേ. ഫസ്റ്റ് ഈസ് ട്വൈസ് ദ സെക്കൻഡ് എന്ന് പറയുമ്പം A ആണ് ആദ്യത്തെ, B ആണ് രണ്ടാമത്തെ, C ആണ് മൂന്നാമത്തെ എന്ന് വിചാരിക്കാം. അപ്പോൾ ഒന്നാമത്തത് രണ്ടാമത്തതിൻ്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 2:1 എന്ന് ഞാൻ എഴുതും അല്ലേ. രണ്ടാമത്തേത് 1 യൂണിറ്റ് ആണെങ്കിൽ ആദ്യത്തേത് 2 യൂണിറ്റാണ്. ഇനി ആൻഡ് 3 times the third. അപ്പോൾ ആൻഡ് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ആരെ പറ്റി തന്നെയാണ് പറയണേ? ഒന്നാമത്തെ നമ്പറിനെ പറ്റി തന്നെയാണ് പറയണേ. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് മൂന്നാമത്തെ നമ്പറിൻ്റെ 3 times ആണ്. അപ്പോൾ സീന് ഞാൻ ഇപ്പുറത്ത് എഴുതി മൂന്നാമത്തെ നമ്പർ. അപ്പം ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ നമ്പറിൻ്റെ 3 ഇരട്ടിയാണ്. അതായത് മൂന്നാമത്തെ നമ്പറിൻ്റെ സീന് ഞാൻ 1 യൂണിറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ നമ്പർ എത്രയായിരിക്കും? അതിൻ്റെ 3 ഇരട്ടി 3 യൂണിറ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്താ ഫില്ല് ചെയ്യുക? ഈ ലെഫ്റ്റിൽ ഈ 2 വെച്ച് ഫില്ല് ചെയ്യുക, ഈ റൈറ്റിൽ ഈ 3 വെച്ച് ഫില്ല് ചെയ്യുക. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 3:6:2. ഇതായിരിക്കും നമ്മുടെ 3 നമ്പറിൻ്റെയും റേഷ്യോ. ഇനി ഇവരുടെ ആവറേജ് ആണ് 88 എന്ന് തന്നിരിക്കണേ. ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിപ്പം റേഷ്യോയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എക്സ് എടുത്തിട്ടു. ഇവരുടെ ആവറേജ് എന്തായിരിക്കും? സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ. 2x പ്ലസ് 6x പ്ലസ് 3x ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 3 നമ്പർ ഉണ്ട്. ഇവരുടെ ആവറേജ് ആണ് 88 എന്ന് തന്നിരിക്കണേ. അതായത് 6 3 9 2 11x. 11xൻ്റെ വാല്യൂ എത്രയെന്ന് വരും? 88 × 3 എന്ന് വരും. 11 8 വെച്ച് ക്യാൻസലായി. എക്സിൻ്റെ വാല്യൂ 24 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, സ്മോളസ്റ്റ് നമ്പർ ഏത്? ഇതിലേതാ ഈ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്? റേഷ്യോയിൽ ഏതാ ചെറിയ നമ്പർ? 2 യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ 2xൻ്റെ വില എത്രയായിരിക്കും? അതായിരിക്കും നമ്മുടെ സ്മോളസ്റ്റ് നമ്പർ. 48. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കേ. CK പ്ലസ് ടാനെ തന്നിട്ടുണ്ട്. CKയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് CK പ്ലസ് ടാനെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ക്വസ്റ്റ്യനിൽ CK പ്ലസ് ടാനെ എന്താണ് എക്സ് ആണെന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ എപ്പോഴും CA മൈനസ് ടാനെ എന്തായിരിക്കും? ഇതിൻ്റെ വാല്യൂ എപ്പോഴും 1/x ആയിരിക്കും. ഓക്കെ, പഠിച്ചു വെക്കണം ഈ ഐഡൻറ്റിറ്റി. അതേപോലെയാണ് കൊസീക്കും കോട്ടും. കൊസീക്ക് A പ്ലസ് കോട്ട് A, അതിൻ്റെ വാല്യൂ y ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കൊസീക്ക് A മൈനസ് കോട്ട് A എന്തായിരിക്കും? 1/y ആയിരിക്കും. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം നിങ്ങൾ. അപ്പോൾ അത് വെച്ച് പറയുവാണെങ്കിൽ ഇവിടെ അവർ തന്നിട്ടുണ്ട് സീക്ക് A പ്ലസ് ടാൻ എയുടെ വാല്യൂ എന്താണ്? 10 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സീക്ക് A മൈനസ് ടാൻ A എന്തായിരിക്കും? അതിൻ്റെ റെസിപ്രോക്കൽ 1/10 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 നമ്പർ. ഇനിയിപ്പോൾ 2 ഇക്വേഷനായി. എനിക്ക് എന്ത് ചെയ്താൽ മതി? CK ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടാനെ മൈനസ് ടാനേനെ എലിമിനേറ്റ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇക്വേഷനെ 2നും കൂടി കൂട്ടിയാൽ മതി. CK 2 CK അല്ലേ. ടാനെ മൈനസ് ടാനെ ക്യാൻസലായി. 10 + 1/10 എന്ന് വന്നു. അതായത് എത്രയത്? 10 + 1/10 101/10 എന്നായി. അങ്ങനെയാണെങ്കിൽ CKയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? CK = ഈ 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തെന്ന് വരും? 101/20. ഓപ്ഷൻ എ 101/20. ഓക്കെ, അടുത്തൊരു ദിവസം നോക്കിക്കാം. നമ്മുടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഒരു കമ്പനി എ തൊട്ടിട്ട് ഈ വരെ എത്രയുണ്ട്? 5 ഫാക്ടറീസ് ഉണ്ട്. അവർ നിർമ്മിച്ച ഫോണിൻ്റെ കണക്കാണ് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർ നിർമ്മിച്ച ഫോണിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. അതിൽ എത്രയാണ് കേടായി പോയത്? ഡിഫക്റ്റഡ് ആയതിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫോൺസ് ദാറ്റ് വർ നോട്ട് ഡിഫക്റ്റഡ് ഇൻ ദി ഫാക്ടറീസ് A and D ടുഗദർ. എയും ഡിയും കൂടി ടോട്ടലായിട്ട് എടുക്കുമ്പം അവർ രണ്ടുപേരും നിർമ്മിച്ച ടോട്ടൽ ഫോണുകളിൽ എത്ര പെർസെൻറ്റേജ് അല്ല എത്ര എണ്ണമാണ് ഡിഫക്റ്റ് ആവാത്തത്, അതായത് നല്ലതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം എയുടെ നമുക്ക് കണ്ടുപിടിക്കാം. എ ടോട്ടൽ 1520 ഫോണ് നിർമ്മിച്ചു. അതിൽ 10% ഡിഫക്റ്റഡ് ആയി എന്ന് പറയുമ്പോൾ ബാക്കി 90% എന്താണ്? നല്ല ഫോണാണ് അല്ലേ. അപ്പം ഇത് ക്യാൻസൽ ചെയ്യുമ്പം എത്രയെന്ന് വരും? 18 45 1 46 9 4 13. ഇത്ര എണ്ണം എയുടെ കമ്പനിയിൽ നല്ലതാണ്. ഇനി ഡിയുടെ കമ്പനിയിൽ എത്രയാണ് നല്ലത്? ഡി ടോട്ടൽ 1320 ഫോൺ നിർമ്മിച്ചു. അതിൽ 35 പോയി എന്ന് പറയുമ്പോൾ ബാക്കി എത്രയാ? 65 നല്ലതായിരിക്കും അല്ലേ. ആണല്ലോ. 2 5 വെച്ച് ക്യാൻസലാക്കുമ്പോൾ 13 എന്ന് വരും. 2 അഗെയിൻ 66 എന്ന് വരും. 66 × 13. 66 × 13 എന്ന് വരുമ്പം എത്ര എന്ന് വരും? 858.
അപ്പോൾ ടോട്ടലാണ് ചോദിച്ചത്. ഈ നമ്പറും ഈ നമ്പറും കൂടി കൂട്ടിയാൽ മതി. 8 8 16, 6 അവസാനിക്കുന്ന ഒരേ ഒരു നമ്പറേ ഉള്ളൂ. ഓപ്ഷൻ എ കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? അടുത്ത 4ാമത്തെ ദിവസം നോക്കിക്കേ. ഹർഷ ബോറോഡ് സം അറ്റ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 4.5 years. ഹാഡ് ദ റേറ്റ് ബീൻ 4% ഹയർ, ദ ഇൻട്രസ്റ്റ് വുഡ് ഹാവ് ബീൻ 3600 മോർ. ദെൻ വാട്ട് വാസ് ഒറിജിനൽ സം ബോറോഡ്? അതായത് ഒരു കുട്ടി എന്ത് ചെയ്തു? കുറച്ച് പൈസ കടം വാങ്ങിച്ചു. 4.5 വർഷത്തിന് എത്രയോ ശതമാനത്തിൽ വാങ്ങിച്ചു. അപ്പോൾ നമ്മളോട് പറയുവാണ്, ആ കുട്ടി ആ വാങ്ങിയ പലിശ 4% കൂടുതലായിരുന്നുവെങ്കിൽ അതിന് 3600 ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുന്ന പറയുന്നത്. ബോറോ ചെയ്യുകയാണ് ചെയ്തത്. ബോറോ ചെയ്ത് അപ്പം അത്രയും 4% കൂടി കൂട്ടി അയാൾ പലിശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ 3600 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു എന്ന്. അതായത് പി എന്ന് പറയുന്ന പൈസയാണ് ഇട്ടത്, കടം കൊടുത്തത്, ബോറോ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പം പി രൂപയ്ക്ക് 4% മുമ്പത്തെ റേറ്റ് പെർസെൻറ്റേജ് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം എനിക്ക് എന്താ കിട്ടുന്നത് നോക്കിക്കേ. ഇപ്പം ഞാൻ 4% കൂട്ടി കൊടുക്കുവാണെങ്കിൽ, 4% കൂട്ടി എത്ര വർഷത്തിലേക്ക്? 4.5 വർഷത്തിലേക്ക് കൊടുക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് എത്ര കൂടുതൽ കിട്ടും? 3600 കിട്ടുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അതായത് പി എന്ന് പറയുന്നതിന് 4.5 വർഷത്തിന് 6/100 ഇത്രയും പലിശ കയറിയിട്ടുണ്ടാവും. ഇനി ഞാൻ എന്ത് ചെയ്തു? പിക്ക് 4.5 വർഷത്തിന് എൻ്റെ റേറ്റ് ഞാൻ 4% കൂട്ടി. അപ്പോൾ എനിക്ക് വേറൊരു ഇൻട്രസ്റ്റ് കിട്ടുമായിരുന്നു. ഇതിൻ്റെയും ഡിഫറൻസ് ആണ് ഈ 3600 എന്ന് വന്നിരിക്കണേ. ഡിഫറൻസ് എടുക്കുമ്പോൾ ഇതിനെ കോമൺ ആക്കി എടുക്കാം. പി ഇൻറ്റു 4.5 കോമൺ ആക്കി എടുക്കാം. ബാക്കിയുള്ളത് ഇത് ക്യാൻസലായി പോകും. മൈനസ് ചെയ്യുമ്പോൾ ഇവരുടെ ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ 6 ക്യാൻസലായി, ബാക്കി 4/100 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 3600 എന്ന് വരും. അതിനെ ഒറ്റ സ്റ്റെപ്പാക്കി ഞാൻ എഴുതിയതാണിത്. പി എന്ന രൂപയ്ക്ക് 4% കൂട്ടി എന്ന് പറയുമ്പോൾ 4% പലിശ നിരക്കിൽ 4.5 വർഷത്തിലേക്ക് കിട്ടുന്ന പലിശയാണ് 3600. അങ്ങനെയാണെങ്കിൽ പിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. 4.5 45/10 എന്ന് എഴുതിക്കോ. 9 വെച്ച് ക്യാൻസലാക്കുമ്പോൾ 400, 5 എന്ന് വരും അല്ലേ. 0 4 100 എന്ന് വന്നു, 5 20 എന്ന് വന്നു അല്ലേ. അപ്പോൾ പിയുടെ വാല്യൂ എന്താ? 20 പിന്നെ 3 0, 20,000 രൂപയായിരിക്കും നമ്മുടെ പ്രിൻസിപ്പൾ. അടുത്ത ദിവസം നോക്കിക്കേ. ഒരു ട്രേഡർ റൈസ്, വീറ്റ്, മെയ്സ് ഇത്രയും രൂപ പെർ kgക്ക് മേടിച്ചു. 40 50 60. ഇനി എന്ത് ചെയ്തു? റൈസ് 10% പ്രോഫിറ്റിൽ വിറ്റു, വീറ്റ് 10% ലോസിൽ വിറ്റു. അതുപോലെ തന്നെ മെയ്സ് എത്രയില്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ ടോട്ടൽ അയാൾക്ക് കിട്ടിയ പ്രോഫിറ്റ് 8%. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയ്ക്കായിരിക്കും മെയ്സ് വിറ്റിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റൈസ്, വീറ്റ്, മെയ്സ്. റൈസ് അയാൾ 40 രൂപയ്ക്ക്, ഇങ്ങനെ എഴുതുന്നതിനേക്കാളും നേരത്തെ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് തോന്നുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? റൈസ്, വീറ്റ്, മെയ്സ്. റൈസ് അയാൾ 40 രൂപയ്ക്ക് വിറ്റു. 40 രൂപയാണ് അയാളുടെ കോസ്റ്റ് പ്രൈസ്. ഇത് 50 രൂപയാണ് കോസ്റ്റ് പ്രൈസ്. ഇത് 60 രൂപയാണ് കോസ്റ്റ് പ്രൈസ്. ഇനി ഇയാൾ വിൽക്കുന്നത് എങ്ങനെയൊക്കെയാണ്? റൈസ് അയാൾ 10% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 40ൻ്റെ 10% എന്ന് പറയുമ്പം 11/10, അപ്പോൾ 44 രൂപയ്ക്ക് വിറ്റു. വീറ്റ് അയാൾ നഷ്ടത്തിലാണ് വിട്ടത് അല്ലേ. 50ൻ്റെ 10% ലോസ് പറയുമ്പോൾ 9/10, 45 വിറ്റു. ഇതെനിക്കറിയില്ല, ഇതിന് ഞാൻ എക്സാക്കി എടുക്കുന്നു. എനിക്കറിയില്ല എത്ര രൂപയ്ക്കാണ് വിറ്റതെന്ന്. അയാൾ പറയുന്നുണ്ട് ടോട്ടൽ അയാൾക്ക് 8% പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്താ ഇവിടെ? ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഇതെല്ലാം കൂടി കൂട്ടണം അല്ലേ. 5 4 9 6 15, 150 എൻ്റെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ്. ആ 150ന് 8% പ്രോഫിറ്റ് എന്ന് പറയുമ്പം 108/100 അയാൾ വിറ്റിട്ടുണ്ടാവുക ആണല്ലോ. അപ്പോൾ ഇത് 3/2 എന്ന് വെച്ചിട്ട് ക്യാൻസലാവും. ഇത് 54 എന്ന് വരും. 3 4 12, 15 2 17, 172 ഇത് വിറ്റിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും മെയ്സ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റൈസ് വിറ്റത് 44, വീറ്റ് 45, മെയ്സ് എത്രയെന്നറിയില്ല. ടോട്ടൽ വിറ്റത് 172 രൂപയ്ക്ക്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ? 172 മൈനസ് 44 പ്ലസ് 45. ചെയ്തൂടെ? 5 4 9 3 എന്ന് വരും. യൂണിറ്റ് ഡിജിറ്റ് 3 എന്ന് വരും അല്ലേ. 2 9 പോകുമ്പം 12 മൈനസ് 9 3 എന്ന് വരും. ഓപ്ഷൻ സി. അടുത്ത ദിവസം നോക്കിക്കേ. HCF കണ്ടുപിടിക്കാനാണ്. അപ്പം HCF എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഈ 3 നമ്പർ തന്നിട്ടുണ്ട് അല്ലേ. 3 നമ്പർ തന്നിട്ടുണ്ട്. 3 എണ്ണത്തിലും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സിനെ എഴുതണം. അപ്പോൾ 2 3 5 9 7 11 ഒക്കെ കാണുന്നുണ്ട് ബേസ് ആയിട്ട് 13. അപ്പോൾ എല്ലാത്തിലും കോമൺ. ഇപ്പോൾ ഞാൻ 2 എടുക്കുവാണെങ്കിൽ 2 എല്ലാത്തിലും ഉണ്ടോ നോക്ക്. ഇതിലുണ്ട് 2, ഇപ്പുറത്തേലില്ല. അപ്പോൾ എനിക്ക് 2നെ എടുക്കാൻ പറ്റില്ല. ഇനി കോമൺ ആയിട്ട് 3 ഉണ്ടോ നോക്ക്. 3 എല്ലാത്തിലും ഉണ്ട്. 3ൻ്റെ ഏത് പവറാണ് കോമൺ ആയിട്ട് ഉള്ളത്? ഇവിടെ 5, ഇവിടെ 2, ഇവിടെ 2. അപ്പോൾ കോമൺ ആയിട്ട് 2 ആണ് അല്ലേ. 5 ഇല്ലല്ലോ. 5 എടുക്കാൻ പറ്റില്ല, കാരണം ഇപ്പുറത്ത് 5 ഇല്ല. അപ്പോൾ ഏറ്റവും ചെറുതാണ് എടുക്കേണ്ടത്, ചെറിയ വാല്യൂ എടുക്കേണ്ടത്. ഇനി 5 എല്ലാവിടെയും ഉണ്ട്. 5ൻ്റെ ഏത് പവറാണ് കോമൺ ആയിട്ടുള്ളത്?
5/1 ബാക്കി 9 എല്ലാത്തിലുള്ള 7 11 13 അല്ലേ? അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ HCF. 9 × 5 45. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റിൽ നിങ്ങളോട് LCM ആണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. LCM ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും വലുതെടുക്കണം. മനസ്സിലായോ? ഇപ്പോൾ 2 എല്ലാത്തിലും ഇല്ല എന്ന് പറഞ്ഞിട്ട് എടുക്കാതിരിക്കരുത്. 2 എടുക്കുക. 2ൻ്റെ ഏറ്റവും ഹയസ്റ്റ് പവർ തന്നെ എടുക്കുക, 4. അടുത്തത് 3 എടുക്കുക. 3ൻ്റെ ഹയസ്റ്റ് പവർ തന്നെ എടുക്കുക, 3/5. അടുത്തത് 5 എടുക്കുക. 5ൻ്റെ ഹയസ്റ്റ് പവർ എത്രയാണ്? സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ. അടുത്തത് 7 എടുക്കുക. 7ൻ്റെ ഹയസ്റ്റ് പവർ ഏതാ ഉള്ളത്? 4. അടുത്തത് 9 എടുക്കുക. 9ൻ്റെ ഹയസ്റ്റ് പവർ 9 തന്നെയാണ്. നെക്സ്റ്റ് 11 × 13. ഇതായിരിക്കും അതിൻ്റെ LCM. അപ്പോൾ അതിൻ്റെ LCM എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാ ബേസും എഴുതുകയും വേണം, ബേസിൻ്റെ ഹയസ്റ്റ് പവർ നമ്മൾ എടുക്കുകയും വേണം. HCF ആണെങ്കിൽ നേരെ തിരിച്ച്, എല്ലാ ബേസും എടുക്കരുത്. എല്ലാത്തിലും കോമൺ ആയിട്ട് ഒരേപോലെ വരുന്ന ബേസ് മാത്രം എടുക്കുക, പവർ ഏറ്റവും ചെറുത് നോക്കി എഴുതുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക. 7ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹാവിംഗ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:2:4 റെസ്പെക്റ്റീവ്ലി ആൻഡ് പെരിമീറ്റർ 36? ഒരു ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ റേഷ്യോ വന്നിട്ടുണ്ട്, പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്താ? 3 സൈഡുകൾ കൂടി കൂട്ടുന്നതാണ് നമ്മുടെ പെരിമീറ്റർ. അപ്പോൾ 4 3 7 2 9. 9 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 36. അപ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ 4. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ എന്തൊക്കെയായിരിക്കും? 3 എന്ന് പറയുമ്പോൾ 3 × 4 12, 2 × 4 8, 4 × 4 16. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏത് ഫോർമുലയിൽ പോകും? √S × S - A × S - B × S - C. ഈ ഫോർമുലയിൽ പോകണം. S എന്താണ്? S നമ്മുടെ സെമി പെരിമീറ്റർ ആണ്. പെരിമീറ്ററിൻ്റെ പകുതി 36ൻ്റെ പകുതി 18 ആയിരിക്കും നമ്മുടെ സെമി പെരിമീറ്റർ. ഇനി എങ്ങനെ ഏരിയ കണ്ടുപിടിക്കും? സെമി പെരിമീറ്റർ 18 ആണ്. 18ൽ നിന്ന് ഓരോ വശവും കുറച്ച് എഴുതുക. 18 - 12 6, 18 - 8 10, 18 - 16 2. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറിനെ കാണുന്നതൊക്കെ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ എങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ? 18നെ എനിക്ക് വേണമെങ്കിൽ 3 × 6 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ദേ ഒരു 6 അടുത്ത 6. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഒരു 6നെ പുറത്തേക്ക് എഴുതാം അല്ലേ? ഇനി അടുത്തത് ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? ഇനി 3 മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ 6ഉം പോയി, ഈ 6ഉം പോയി. ഇതിനെനിക്ക് 2 × 5 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം 10നെ. അപ്പോൾ ദേ ഒരു 2 കിടക്കുന്നു, ദേ ഒരു 2. അവർ രണ്ടും കൂടി ഒരു സ്ക്വയർ ആയി. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു 2 എന്ന് വരും. ഇനി എനിക്ക് ആരെ മാത്രമേ ബാക്കിയായി? ഒരു 3 ഉണ്ട്, ഒരു 5 ഉണ്ട്. അതിന് ഞാൻ ഉള്ളിൽ എഴുതി 3 × 5 15. അതായത് 12√15 ആയിരിക്കും എൻ്റെ ഏരിയ. ഓപ്ഷൻ ബി. കണ്ടോ? എളുപ്പമാണ്. അടുത്ത ദിവസം നോക്കിക്കേ. 8ാമത്തേത്. ഒരു സിലിണ്ടർ തന്നിട്ടുണ്ട്. ആ ഒരു സിലിണ്ടറാണ് നമുക്ക് തന്നിരിക്കണേ. സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്താ? ഈ കർവ്ഡ് സർഫസ് ഏരിയ, സിലിണ്ടറിൻ്റെ റേഡിയസ് 6 ആണ്, ഹൈറ്റ് h ആണെന്ന് വിചാരിച്ചോ. കർവ്ഡ് സർഫസ് എന്ന് പറയുമ്പം ഈ വളഞ്ഞ ഭാഗം, അതിൻ്റെ ഏരിയ എന്താ? 2πRh ആണ്. അതെത്രയാ? 1980 ആണെന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ആ സിലിണ്ടറിൻ്റെ റേഡിയസും ഹൈറ്റും തമ്മിലുള്ള ഒരു റേഷ്യോയാണ് പറഞ്ഞിരിക്കുന്നത്. റേഡിയസ് ഇസ് ഈക്വൽ ടു 7/5 ടൈംസ് ഓഫ് ഹൈറ്റ്. അതായത് റേഡിയസ് ഡിവൈഡഡ് ബൈ ഹൈറ്റിൻ്റെ റേഷ്യോയാണ് എന്ത്? 7/5. 7x 5x എന്ന് എടുത്തോ, കാരണം മൾട്ടിപ്ലിക്കേഷൻ ആണ്, തെറ്റിപ്പോണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. 2 × 22/7 × റേഡിയസ് എത്രയാ? 7x, ഹൈറ്റ് എത്രയാ? 5x, വിച്ച് ഇസ് ഈക്വൽ ടു 1980 എന്ന് തന്നിട്ടുണ്ട്. ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്തോ. 7 പോയി, 11, 4 ഞാൻ ഇവിടെ നിന്ന് എടുത്തു, 4 ഇവിടെ വെച്ച് ക്യാൻസൽ ആക്കുമ്പോൾ 4 16, 38 9 5. ഓക്കെ, 5 വെച്ച് ക്യാൻസൽ ചെയ്തോ. 9 × 5 45, 9 × 5 45. 11 വെച്ച് ക്യാൻസൽ ചെയ്തോ. 9 എന്ന് കിട്ടി. കഴിഞ്ഞു. 9 എന്തിൻ്റെ വാല്യൂവാ? x × x സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 9, എക്സിൻ്റെ വാല്യൂ 3. എക്സിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ നമുക്ക് എന്താണ് എടുക്കേണ്ടത്? ഹൈറ്റ് ആണ്. ഹൈറ്റ് എത്രയാണ്? നമുക്ക് 5x ആണ് അല്ലേ? അപ്പം 5 × 3 15. 5 × 3 50. അടുത്തത് സിംപ്ലിഫിക്കേഷനിലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഓർഡർ ബോർഡ് മാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. സ്ക്വയർ ബ്രാക്കറ്റ് 24 × എന്ത് ചെയ്യണം? ഇതിനകത്ത് എടുക്കണതിന് മൊത്തത്തിന് ഒരുമിച്ച് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്തെന്ന് വരും? 7 - 34 അങ്ങനെ തന്നെ എഴുതി, പ്ലസ് ഈ ബ്രാക്കറ്റിന് പ്രയോറിറ്റി ഉണ്ട്, ഈ ബ്രാക്കറ്റ് ചെയ്യണം അല്ലേ? 12 - 17 എത്ര? -5. -5 നിന്ന് -9 പോയാൽ -14 പ്ലസ് 48. -14 ആണ് പ്ലസ് 48. അപ്പോൾ എന്ത് വരും? 24 × ഇവിടെ നോക്ക്, 7 - 34, ഈ പ്ലസ് പോയില്ലേ അവിടെ നിന്ന്, -14 അപ്പുറത്ത് കിടക്കണേ. അപ്പം ആ പ്ലസ് പോയി അവിടെ നിന്ന്. 34 - 14 എത്ര? 48 അല്ലേ? -48 പ്ലസ് 48.
ഈ 48 പോയി, ഇനി ഒരു 7 മാത്രമേ ഉള്ളൂ. 24 × 7, 8 അവസാനിക്കും നമ്മുടെ ആൻസർ. 7 × 4 28 യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട് പിക്ക് ചെയ്യുക. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക, സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ വരുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 12.5% ഫ്രാക്ഷൻ നമുക്കറിയാം 1/8 ആണ് അല്ലേ? പഠിക്കാത്തവർ പഠിച്ചു വെക്കണം. ഫ്രാക്ഷൻ പെർസെൻറ്റേജ് കൺവേർഷൻ ചെയ്യുമ്പം ഫ്രാക്ഷൻ എല്ലാത്തിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ 1/8 എന്ന് എനിക്ക് എഴുതാം. 1/8 ഓഫ് 80 പ്ലസ് 1/9 ഓഫ് ക്വസ്റ്റ്യൻ മാർക്കിനെ എക്സ് ആക്കി എടുക്കുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 21. ഓക്കെ, ഇത് 10 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ x/9 ഇസ് ഈക്വൽ ടു 21. ഈ 10 അപ്പുറത്ത് പോകുമ്പോൾ -10, അതായത് 11 എന്ന് വന്നു. എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് വന്നു? 11 × 9 99. ഓപ്ഷൻ സി. നെക്സ്റ്റ് സിമിലർ ട്രയാങ്കിൾ. 2 ട്രയാങ്കിൾ ഉണ്ട്, അവർ രണ്ടുപേരും പരസ്പരം സിമിലർ ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ വശങ്ങൾ എന്തായിരിക്കും? കറസ്പോണ്ടിങ് വശങ്ങൾ ഒരേ റേഷ്യോയിലായിരിക്കും അല്ലേ? അപ്പോൾ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, DEF എന്ന് പറയുന്ന അടുത്ത ട്രയാങ്കിൾ. ഇവരുടെ വശം തന്നിട്ടുണ്ട്. AB 92 ആണ്, നെക്സ്റ്റ് BC 48 ആണ്, AC എത്രയാടാ നോക്ക്? 120 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ DEF എന്ന് പറയുന്ന ട്രയാങ്കിളിൽ എന്താ തന്നിരിക്കുന്നത്? സ്മോളസ്റ്റ് സൈഡാണ് തന്നിരിക്കുന്നത് 200. ഏതായിരിക്കും സ്മോളസ്റ്റ് സൈഡ്? നോക്കിക്കേ, ABCDEF വശങ്ങൾ, അതിൻ്റെ ഓർഡറിന് ഭയങ്കര പ്രത്യേകതയുണ്ട് അല്ലെ, ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഏറ്റവും ചെറുതെന്ന് പറയുമ്പം ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഏറ്റവും ചെറിയ വശം ഏതാ? അത് ഈ BC ആണ്. BCക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മറ്റേ ട്രയാങ്കിളിലെ വശം ഏതായിരിക്കും? EF ആയിരിക്കും. അപ്പോൾ EFൻ്റെ വിലയാണ് 200 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് ട്രയാങ്കിൾ DEF കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ ട്രയാങ്കിളിലെ ലോങ്ങസ്റ്റ് സൈഡ് ഏതാ? അത് AC ആണ് അല്ലേ? AC ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ ട്രയാങ്കിളിലെ ലോങ്ങസ്റ്റ് സൈഡ് ഏതായിരിക്കും? അത് DF ആയിരിക്കും. DF എന്ന് പറയുമ്പം ഇതായിരിക്കും ലോങ്ങസ്റ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഈ വാല്യൂ ആണ് അറിയുന്നത്. അപ്പോൾ അതിന് വെച്ചിട്ട് റേഷ്യോ എടുക്കുക. BC/EF. അങ്ങനെയൊന്നും എഴുതിയില്ലെങ്കിലും നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ളത് ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സംഭവം ഇത്രയേ ഉള്ളൂ, ഒരേപോലെ ഉള്ളതിൻ്റെ റേഷ്യോ എടുക്കുക. ഇവിടെ 48 BC, അതേപോലെയുള്ള അപ്പുറത്തെ വശം 200 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഈ ട്രയാങ്കിളിൽ 120 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വശമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 120/x. ഓക്കെ ആണല്ലോ? 48 12 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യുമ്പം 10 4 എന്ന് വരും. എഗൈൻ 2 5 എന്ന് വരും. 2 200 100 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 100 × 5 500 എന്ന് വരും. ഓപ്ഷൻ ഡി 500. കണ്ടോ? സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം നമുക്ക്. നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ സ്ലോപ്പ് വെച്ചിട്ട് ചെയ്യാനുള്ള വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു ലൈൻ വന്നിട്ടുണ്ട്, ആ ലൈനിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ഏതായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം അറിഞ്ഞിരിക്കേണ്ടത്, 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ ആദ്യത്തെ ലൈനിൻ്റെ സ്ലോപ്പ് M1 രണ്ടാമത്തതിൻ്റെ M2 ആണെന്ന് വിചാരിക്കുക. ചെരിവ് രണ്ടുപേരും പാരലൽ ആണെങ്കിൽ അവരുടെ ചെരിവ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതേസമയം രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കുക. ആദ്യത്തെ ലൈനിൻ്റെ ചെരിവ് M1 രണ്ടാമത്തതിൻ്റെ M2 ആണെങ്കിൽ M1 × M2 എപ്പോഴും -1 ആയിരിക്കും. അവരുടെ പ്രൊഡക്റ്റ് എപ്പോഴും -1 ആയിരിക്കും. എപ്പോൾ? ആ 2 ലൈനും പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാത്രം. നമ്മളോട് ഇവിടെ ചോദിച്ചത് പാരലലിൻ്റെ കണ്ടീഷനാണ്, അതായത് ഇതിൻ്റെ അതേ സ്ലോപ്പ് വരുന്നത് ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിതുപോലെ ഈ ലൈനിൻ്റെ ഇക്വേഷൻ തരുന്ന സമയത്ത് നമുക്കിത് 2 രീതി ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ തരുന്ന സമയത്ത് ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സ്ലോപ്പ് M എന്തായിരിക്കും? -x/y ആയിരിക്കും. -x/y ആയിരിക്കും. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ സ്ലോപ്പ് എന്തായിരിക്കും? M = മൈനസ് ഞാൻ ഇട്ട് കൊടുക്കണം. എക്സിൻ്റെ കോയിഫിഷ്യൻ എത്രയാണ്? 2. വൈയുടെ എത്രയാണ്? 8. അതായത് -1/4 ആയിരിക്കും അതിൻ്റെ സ്ലോപ്പ്. അല്ലെങ്കിൽ വേറെ ഏത് രീതിയിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം? സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ y = mx + c എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഈ y = എന്ന് പറഞ്ഞിട്ട് കിട്ടണം. അപ്പോൾ ഇതിന് ഞാൻ എങ്ങനെ എഴുതും? 8y അവിടെ നിർത്തിയിട്ട് 7 - 2x എന്നാക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ y = എന്ന് വേണം. അപ്പോൾ 8ന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുക. 7/8 - 2/8 x. ഓക്കെ ആണല്ലോ? അപ്പോൾ y = mx + c എന്നുള്ള ഫോർമാറ്റിലായി. ഇനി m ഏതാ? m എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെ നിൽക്കുന്ന നമ്പറാണ്. എക്സിൻ്റെ കൂടെ ആരാ നിൽക്കണേ? -2/8. -2/8 എന്ന് പറഞ്ഞാൽ എന്താ? -1/4. അപ്പോഴും നമ്മുടെ സ്ലോപ്പ് കിട്ടി. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. ഏതാണ് നിങ്ങളുടെ കൺവീനിയൻറ്റ് അതുപോലെ ചെയ്യാം. ഇനി നമുക്ക് ഓപ്ഷൻ ഫിഗറിൽ -x/y എടുക്കുമ്പോൾ എവിടെയാണ് ഈ -1/4 വരുന്നത് നോക്കിയാൽ മതി. അപ്പം ഇവിടെ വരുന്നുണ്ടോ? -1/4. 1/4 എന്നാണ് വരുന്നത്, ഇതല്ല. ഇതിൽ വരുന്നുണ്ടോ? -x/y എന്ന് പറയുമ്പോൾ -4 ആണ്, ഇതല്ല. അടുത്തത് -1/2 ആണ് വരുന്നത്, ഇതല്ല.
അടുത്തത് -2/8 ഇവിടെ വരുന്നുണ്ട് -1/4 എന്ന് വന്നു. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അടുത്ത ദിവസം നോക്കിക്കേ, എയും ബിയും 2 ഹോൾ നമ്പറാണ്. a⁻b വാല്യൂ 512 ആണ്. അങ്ങനെയാണെങ്കിൽ a-2b + 2 കണ്ടുപിടിക്കണം. എ ആണ് ബിനേക്കാളും വലുതെന്ന് പറയുന്നുണ്ട്. അപ്പം a⁻b എന്ന് പറയുമ്പോൾ പവർ വെച്ച് എക്സ്പ്രസ് ചെയ്യാൻ 512 എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരും അത് 8ൻ്റെ ക്യൂബാണ്. 8ൻ്റെ ക്യൂബാണ് 512. ക്യൂബെല്ലാം പഠിച്ചു വെക്കണം. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എത്രയായിരിക്കും? 8 ആയിരിക്കും. ബിയുടെ വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇതാണ് എ, ഇതാണ് ബി. എ ആണ് ബിനേക്കാളും വലുതെന്ന് പറയുന്നുണ്ട്, അപ്പോൾ വലിയ നമ്പർ എടുത്തു. ഇനി ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. a-2 എന്ന് പറയുമ്പോൾ 8 - 2 b എന്ന് പറയുമ്പോൾ 3 + 2 ചെയ്യണം. അതായത് 8 - 2 5, 5ൻ്റെ ക്യൂബ് 125, 2 127. 6, 6ൻ്റെ ക്യൂബ് 216 + 2 218. അപ്പോൾ ഏതാ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. അടുത്തത് 14th ക്വസ്റ്റ്യൻ. കോണുകളുടെ റേഡിയസിൻ്റെ റേഷ്യോ, ഹൈറ്റിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, വോള്യത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, റേഡിയസിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. വോള്യം തന്നിട്ടുണ്ട്. കോണിൻ്റെ വോള്യം എന്താ? 1/3 πr²h. അപ്പോൾ റേഷ്യോ ഞാൻ എടുക്കുമ്പം ഈ 1/3യും പൈയും രണ്ടും കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അത് രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് വരും. രണ്ട് കോണിൻ്റെയും വോള്യം കണ്ടുപിടിക്കുമ്പോൾ 1/3 പൈ 1/3 പൈ അപ്പുറത്തും ഇപ്പുറത്തും വരും. അപ്പോൾ അത് ക്യാൻസലാക്കി കളയാം. നമുക്ക് കോൺസ്റ്റൻറ്റ് എടുക്കേണ്ട, റേഷ്യോ എടുക്കുമ്പോൾ അത് എപ്പോഴും ക്യാൻസലാവും. അപ്പോൾ r² മാത്രം വെച്ച് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഒന്നാമത്തതിൻ്റെ റേഡിയസ് r1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ r1² ഹൈറ്റിൻ്റെ റേഷ്യോ എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ രണ്ടാമത്തതിൻ്റെ റേഡിയസ് r2 ആണെന്ന് വിചാരിക്കുക ഇൻറ്റു രണ്ടാമത്തതിൻ്റെ ഹൈറ്റ് 8 വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിപ്പോൾ വോള്യം ആണ്. ഞാൻ ഇവിടെ 1/3 പൈ എന്നുണ്ട്, അടുത്തതിലും 1/3 പൈ എന്നുണ്ട്, 1/3 പൈ r². പക്ഷേ ഇതും ക്യാൻസലാവും, അപ്പോൾ വെറുതെ എഴുതണ്ടല്ലോ. ഇപ്പോൾ ഇതിൻ്റെ വോള്യത്തിൻ്റെ റേഷ്യോ ആണ് 10:9. അങ്ങനെയാണെങ്കിൽ r1² r2² വാല്യൂ എത്രയെന്ന് വരും? ഇതും 2 വെച്ച് ക്യാൻസലാവും, 16/9 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ r1/r2 ആണ് നമ്മളോട് ചോദിച്ചത്. ഇതിൻ്റെ റൂട്ട് എടുക്കുക, 4/3. 4:3 ഓപ്ഷൻ എ 4:3. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 15th ക്വസ്റ്റ്യൻ. എയും ബിയും പാർട്ട്ണർഷിപ്പ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ബി എന്ത് ചെയ്തു? 7,000 രൂപ 9 മാസത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. എ എന്ത് ചെയ്തു? 7 മാസത്തിലേക്ക് എത്രയോ രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും സെയിം പ്രോഫിറ്റ് വേണം. സെയിം പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ വേണം? എ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നമ്മുടെ പൈസ എത്രയാണോ, പൈസ ഇൻറ്റു ടൈമാണ് എപ്പോഴും പ്രോഫിറ്റിൻ്റെ റേഷ്യോ. ഇവർക്ക് രണ്ടുപേർക്കും സെയിം പ്രോഫിറ്റ് വേണം, അപ്പോൾ ഈക്വലാക്കി. ഇതാണ് ഇയാൾക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ്, ഇതാണ് മറ്റേ ആൾക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ്. അപ്പോൾ ഓക്കെ, 7 ക്യാൻസലായി. എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് വന്നു? 9,000 എന്ന് വന്നു. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യനാണ് നോക്ക്, 9,000. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 16th ക്വസ്റ്റ്യൻ. ഒരു ഷോപ്പ് കീപ്പർ അയാളുടെ സാധനം 24% കൂട്ടി വിലയിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ 15% ഡിസ്കൗണ്ടിൽ വിറ്റ് കഴിഞ്ഞാൽ അവിടെ വരുന്ന ലാഭവും നഷ്ടവും എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അയാളുടെ കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അയാളുടെ മാർക്കറ്റ് പ്രൈസ് 24 കൂട്ടി എന്ന് പറയുമ്പോൾ 124 ആയിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇനി അയാൾ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണം. സെല്ലിംഗ് പ്രൈസ് 124 അയാൾ എന്ത് ചെയ്തു? 15 ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറയുമ്പം 15 100 - 15 85/100 വിറ്റിട്ടുണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇതിന് വേണമെങ്കിൽ എനിക്ക് 17/20 എന്ന് എഴുതാം. 2 വെച്ച് ക്യാൻസലാക്കുമ്പം 62 എന്ന് എഴുതാം. ഇത് നിങ്ങൾ ചെയ്യണം. 62 × 17 എന്ന് പറയുമ്പം എത്രയെന്ന് വരും? അപ്രോക്സിമേറ്റ്ലി 1054 എന്ന് വരും അല്ലേ? 1054 അല്ല, 1054 അല്ലോ. ശരിയാണല്ലോ, 1054 എന്ന് വരും. ഡിവൈഡഡ് ബൈ 10 ഉണ്ട്, അപ്പം 105.4 എന്ന് വരും. അതായത് 100 കോസ്റ്റ് പ്രൈസ് എങ്കിൽ വിറ്റത് 105.4 രൂപയ്ക്കാണ്. അതായത് അവിടെ കിട്ടിയത് എത്ര പ്രോഫിറ്റ് ആണല്ലേ? 100 105 എന്നാണ്. അപ്പം 5.4 ആയിരിക്കും അവിടുത്തെ പ്രോഫിറ്റ്, 5.4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 17th ക്വസ്റ്റ്യൻ. A sum of money invested at a simple interest at 11% per annum amounts to 60% more than the sum in y years. Find the value of y. അതായത് ഒരു പൈസ, ടി എന്ന് പറയുന്ന ഒരു പൈസ ഞാൻ 11% പലിശയ്ക്ക് എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. y വർഷത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇറ്റ് എമൗണ്ട്സ് ടു 66% മോർ ദാൻ ദ സം എന്നാണ് പറഞ്ഞത്. അതായത് സപ്പോസ് എൻ്റെ പൈസ 100p ആണെന്ന് വിചാരിക്കുക.
അത് ഇത്രയും വർഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് ആണ് എന്ത് 66 കൂടുതൽ എന്ന് പറയുമ്പോൾ 166p ആയിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര പലിശ കയറി? 66p പലിശ കയറിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ 66p. അപ്പോൾ ഇത് ക്യാൻസൽ ആക്കാനുള്ളതിനൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. ശതമാനം എന്നാണ്. അപ്പം വൈയുടെ വാല്യൂ എത്രയെന്ന് വരും? ഇതും ക്യാൻസൽ ആവും. 6. y = 6. 6 വർഷത്തിലേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രൈസ് ഓഫ് ദ ഷുഗർ, പ്രൈസ് ഇത്ര കൂടി കൺസംഷൻ ഇത്ര കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്സ്പെൻഡിച്ചറിലുള്ള വ്യത്യാസം. അപ്പോൾ പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ് എപ്പോഴും എക്സ്പെൻഡിച്ചർ. ഈ ഫോർമുല അറിയാം. പ്രൈസിൽ വന്ന വ്യത്യാസം നമുക്ക് എഴുതാം. പ്രൈസിൽ എന്തോ വ്യത്യാസം വന്നു? പ്രൈസ് 18% കൂടി. 100 ആയിരുന്നുവെങ്കിൽ 118 മാറി. കൺസംഷനിൽ എന്ത് വന്നു? 5% കുറഞ്ഞു. 5% എന്ന് പറഞ്ഞാൽ 1/20. അതായത് പണ്ടത്തെ 20 ആയിരുന്നു കൺസംഷൻ എങ്കിൽ ഇപ്പോൾ 1 കുറഞ്ഞു 19 മാറി. അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ടിനും കൂടി മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും എനിക്ക് എക്സ്പെൻഡിച്ചർ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. 2 വെച്ച് ക്യാൻസൽ ചെയ്യും. 50, 59. ഇനി 50 × 20 എന്ന് പറയുമ്പം എത്ര എന്ന് വരും? 1000 എന്ന് വരും. 59 × 19 ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര എന്ന് വരും? 1121. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എത്ര കൂടി? 121 കൂടി. ബാക്കി നിങ്ങൾക്ക് ചെയ്തുകൂടെ? 121 കൂടി 1000 × 100. ഓക്കെ, 00 പോയി. 12.1% ആണ് ഇവിടെ കിട്ടിയ എക്സ്പെൻഡിച്ചറിൽ വന്ന വ്യത്യാസം. കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 12/x which is equal to 30/22.5. അപ്പോൾ 225 × 10 എന്ന് ഇടുന്നു ഞാൻ. ഇനി എന്താ നമ്മൾ ക്യാൻസൽ ചെയ്യാനുള്ളതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇതിപ്പോൾ 300 അല്ലേ? 30 × 10 300 അപ്പോൾ 25 ക്യാൻസൽ ചെയ്തോ? 9 എന്ന് വരും. 300 12 എന്ന് വരും. 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 4, 3 എന്ന് വന്നു. എഗെയിൻ 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 × 3 9. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ട്രെയിൻ സ്റ്റാർട്ടഡ് ഫ്രം ടൗൺ A to B. എയും ബിയും 2 സ്റ്റേഷൻ. ശ്രദ്ധിച്ചിരിക്കണം ഈ ക്വസ്റ്റ്യൻ. എയും ബിയും ഇവരുടെ രണ്ടുപേരുടെയും ദൂരം 170 കിലോമീറ്ററാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് 45 km/h. കുറച്ച് ദൂരം സഞ്ചരിച്ചതിന് ശേഷം 55 km/h ആയിട്ട് സ്പീഡ് കൂട്ടി. അപ്പം സപ്പോസ് ഇവിടെ വെച്ചിട്ടാണ് ഇവിടം വരെ 45 km/h പോയി, എന്നിട്ട് ബാക്കിയുള്ളത് 55 പോയി. അങ്ങനെ പോകാൻ വേണ്ടി എടുത്ത ടോട്ടൽ സമയമാണ് 3 മണിക്കൂർ 20 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചതിന് ശേഷമാണ് ഈ സ്പീഡ് കൂട്ടിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെങ്ങനെ എഴുതും? സംഭവത്തിലുള്ള ഇക്വേഷൻ ഉണ്ടാക്കുക. ഇക്വേഷൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതായത് എനിക്കിത് അറിയില്ല. ഇതിപ്പോൾ ഞാൻ എക്സ് ആക്കി എടുത്തു. ആദ്യത്തെ എക്സ് കിലോമീറ്റർ 45 പോയി, 45 സ്പീഡിൽ പോയി. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ടൈമാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ആദ്യത്തെ എക്സ് കിലോമീറ്റർ 45 സ്പീഡിൽ പോയി. ബാക്കിയുള്ള എത്ര ഡിസ്റ്റൻസിന് കവർ ചെയ്യാനുണ്ട്? ടോട്ടൽ 170. ഇപ്പോൾ എക്സ് കവർ ചെയ്തു. 170 - എക്സ് ഏത് സ്പീഡിൽ പോവും? അത് സ്പീഡ് കൂട്ടി 55 പോവും. അങ്ങനെ എടുത്ത ടോട്ടൽ സമയമാണ് എന്ത്? 3 മണിക്കൂർ 20 മിനിറ്റ്. 3 മണിക്കൂർ 20 മിനിറ്റ് പറയുമ്പോൾ 3 + 20/60 എന്ന് പറയുമ്പം 10/3 എന്ന് വരും. 10/3 എന്ന് വരും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യുന്നത് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ അതിനേക്കാളും നല്ലത് ഈ എക്സിൻ്റെ വാല്യൂ ആണ് ഡയറക്റ്റ് അവർ നമ്മളോട് ചോദിക്കണേ. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ ഏത് ഓപ്ഷൻ ഇടുമ്പോഴാണ് 10/3 ഇട്ടതെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്തോ, ഏതിലാണ് കറക്റ്റായിട്ട് വരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഏതിനാ? എക്സിന് 60 തൊട്ട് കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് വരിക. 60/45 എന്ന് പറയുമ്പോൾ 15 വെച്ച് ക്യാൻസൽ ആക്കുമ്പം 4/3 എന്ന് വരും. 12/3 അല്ല, 4/3 എന്ന് വരും. 4/3 + 170 - 60 110/55. അതായത് ഇതിൻ്റെ ഇരട്ടിയാണ് 2. 4/3 + 2 എന്ന് വരുമ്പം കറക്റ്റ് 10/3 എന്ന് വരും. ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി വാല്യൂ. സോൾവ് ചെയ്യാൻ നിൽക്കണ്ട. സോൾവ് ചെയ്യാൻ സ്പീഡുള്ളവരാണെങ്കിൽ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 21ാമത്തെ ക്വസ്റ്റ്യൻ. എം ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 ദിവസം. അതേ ജോലി എന്ത് ചെയ്യുന്നു? എം 5 ദിവസം ചെയ്യുന്നു. ബാക്കിയുള്ള ജോലി N 9 ദിവസം ചെയ്യുന്നു.
കണ്ടോ, എൻ എലോൺ ഫിനിഷസ് ദ റിമൈനിങ് വർക്ക് ഇൻ 9 days. അപ്പോൾ ഇത് ടോട്ടൽ വർക്ക് ഈക്വലാക്കി 20 ദിവസം കൊണ്ട് എം ചെയ്യുന്ന അതേ ജോലിയാണ് 5 ദിവസം എം ചെയ്തിട്ട് 9 ദിവസം എന്നും കൂടെ ഒരുമിച്ച് ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20 എം 3 ഇതിവിടെ 5 എം അല്ലേ, 5 എം ഇപ്പുറത്തേക്ക് വരുമ്പോൾ 15 എം എന്നാവും. 15 എം ഈക്വൽ ടു 9 എൻ എന്നായി. M/Nന്റെ റേഷ്യോ എത്രയാണെന്ന് കിട്ടി? 3 വെച്ച് ക്യാൻസൽ ആകുമ്പം 3/5 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എത്രയാ? ഇതിലിട്ട് കൊടുത്തോ. എമ്മിൻ്റെ എഫിഷ്യൻസി 3 × 20 60 ടോട്ടൽ വർക്ക്. സംഭവത്തിലുള്ള രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഈ ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം. അപ്പോൾ ടൈമാണ് ചോദിച്ചത്, 60 ടോട്ടൽ വർക്ക്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഏത് എഫിഷ്യൻസിയിൽ ചെയ്യും? 5 3 8 എഫിഷ്യൻസിയിൽ ചെയ്യും. അതായത് 15/2 അല്ലേ, എത്ര അത്? 7.5 ദിവസം, 7.5 ദിവസം കൊണ്ടത് കംപ്ലീറ്റ് ആവും. അടുത്ത ദിവസം നോക്കിക്കോ. നമ്മുടെ ഫിഗർ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ജോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ O എന്ന് പറയുന്നത് സെൻറ്ററാണ്. PORൻ്റെ വാല്യൂ 120 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. PQS എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് തിയറംസ് ഉണ്ട്. PR എന്ന് പറയുന്ന ഒരു ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് 120. PR രണ്ടും കൂടെ ഒരുമിച്ച് സെൻറ്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ അത് അതിൻ്റെ സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും അതിൻ്റെ പകുതിയായിരിക്കും. പഠിച്ചു വെക്കണം ഈ തിയറം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് 120 സെൻറ്ററിൽ ഉണ്ടാക്കുന്നത് 120 ആണെങ്കിൽ അപ്പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ എവിടെയാണെങ്കിലും പോയിട്ട് ഉണ്ടാക്കുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ പകുതി 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ആ ഒരു തിയറം വെച്ചിട്ട് എനിക്ക് അത് കിട്ടി. ഇനി നെക്സ്റ്റ് PQRT എന്ന് പറയുന്നത് എന്താ? ഒരു എന്താ അത്? ക്വാഡ്രിലാറ്ററലാണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് അല്ലേ PQRT. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സമ്മ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതായത് Qയും Tയും ആണ് ഓപ്പോസിറ്റ്. Qയും Tയും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ T 60 ആണെങ്കിൽ Qൻ്റെ വാല്യൂ എന്താ? 180 - 60 120 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എനിക്ക് എന്തെന്ന് കിട്ടി? 120 എന്ന് കിട്ടി. ഈ ആംഗിൾ എനിക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ 120 എന്ന് കിട്ടി. അപ്പോൾ ഇത് 120 ആണെന്നുണ്ടെങ്കിൽ ഈ SR എന്ന് പറയുന്നത് എന്താ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ, സ്ട്രെയിറ്റ് ലൈൻ ആണത്. SR എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈനിലെ ടോട്ടൽ ആംഗിൾ 180 ആ 180 നിന്ന് 120 കുറച്ച് കഴിഞ്ഞാൽ അതിനിപ്പുറത്തുള്ള PQS എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രി തന്നെ വരും. PQS എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 2-3 തിയറം യൂസ് ചെയ്തെന്നുള്ളൂ, 2-3 പ്രോപ്പർട്ടീസ്. അടുത്ത് നോക്കിക്കേ, നമ്മുടെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ ടവർ ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് ഈസ് 45 ഡിഗ്രി. ഓൺ ട്രാവലിംഗ് 60 മീറ്റർ ഫ്രം ദ പോയിന്റ് ടുവേർഡ്സ് എ ടവർ ദ എലിവേഷൻ ഓഫ് ദ ടോപ്പ് ബിക്കംസ് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ടവറിൻ്റെ ഹൈറ്റ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ടവർ ഉണ്ട്, അതിനിങ്ങനെ ഞാൻ വരച്ചു. ഞാൻ ഗ്രൗണ്ടിലെ ഈ ഒരു പോയിന്റിൽ നിന്ന് നോക്കിയപ്പം അതിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്, കുഴപ്പമില്ല, കുറച്ച് നീണ്ടു വന്നു. അപ്പോൾ പോയിന്റ് ഇവിടെയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ മുകളിലേക്ക് നോക്കിയപ്പം അതിൻ്റെ ഇത് 45 ഡിഗ്രിയാണ്. ആണെങ്കിൽ ഇതാണ് എൻ്റെ ടവർ കേട്ടോ. ഇത് 45 ആണെങ്കിൽ ഇതും 45 ആണ്. ഓക്കെ ആണല്ലോ. ഇതെന്ത് ചെയ്തു? ഞാൻ ടുവേർഡ്സ് അതായത് ടവറിൻ്റെ അടുത്തേക്ക് നടന്നു. ആ പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ടവറിൻ്റെ അടുത്തേക്ക് എത്ര മീറ്റർ നടന്നു? 60 മീറ്റർ നടന്നു. എന്നിട്ട് ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ഉള്ള എൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് എത്രയാ? അത് 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ടവർ ആണ് ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെ ചെയ്യും? നമ്മൾ റേഷ്യോ എടുക്കുക. 45 90 ട്രയാങ്കിളിൽ നോക്കുമ്പം ഇത് 1 യൂണിറ്റ് ആണെങ്കിൽ ഈ ടോട്ടൽ 1 യൂണിറ്റ് ആയിരിക്കണം അല്ലേ. നെക്സ്റ്റ് ഇവിടെ ഒരു 60 90 30 ട്രയാങ്കിൾ വേറെ ഒരെണ്ണം ഫോം ചെയ്തിട്ടുണ്ട്. ആ ട്രയാങ്കിളിനെ നോക്കുമ്പം 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന വശമാണ് 1 യൂണിറ്റ്. 1:√3:2 ആണല്ലോ അവരുടെ റേഷ്യോ. അപ്പോൾ √3 60 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോയാണ് 1 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ വശം എന്തായിരിക്കും? അത് 1/√3 ആയിരിക്കും. ഓക്കെ ആണല്ലോ, 1/√3 ആയിരിക്കും. അതായത് √3 യൂണിറ്റിൻ്റെ വാല്യൂ ഇതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തത്. √3 യൂണിറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ 1 യൂണിറ്റിൻ്റെ വാല്യൂ 1/√3. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, 60 ഡിഗ്രി എനിക്ക് കണ്ടുപിടിക്കാമല്ലോ. ഈ ടോട്ടൽ വശം എത്രയാ? അത് 1 യൂണിറ്റാണ്. അതിൽ നിന്ന് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള വശം എത്രയാണ് ഞാൻ കണ്ടുപിടിച്ചു? 1/√3. അത് മൈനസ് ചെയ്താലാണല്ലോ എനിക്ക് 60 കിട്ടാൻ പോണേ. ടോട്ടൽ 1 യൂണിറ്റാണ്, അവിടെ നിന്ന് ഇവിടം വരെയുള്ളത് 1/√3. അതായത് √3 - 1/√3 ആണ് 60 ഡിഗ്രി. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ടവറിൻ്റെ ഹൈറ്റ് എത്രയാ? 1 യൂണിറ്റ് ആണ്. അപ്പോൾ ഇത്രയും യൂണിറ്റ് 60 മീറ്റർ ആണെങ്കിൽ 1 യൂണിറ്റ് എത്രയാ? 1 യൂണിറ്റ് കണ്ടുപിടിക്കാൻ 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ √3 - 1 × √3 ചെയ്യേണ്ടി വരും. അതായത്
60√3 ഡിവൈഡഡ് ബൈ √3 - 1 ഇൻറ്റു √3 + 1 ഇൻറ്റു √3 + 1 അല്ലേ? അപ്പോൾ ഇത് രണ്ടും a² - b² ആവും. താഴത്തെ 3 - 1 2 എന്നാവും അല്ലേ? 3 - 1 2 എന്നാവും. 2 60 30 വെച്ച് ക്യാൻസലാക്കാൻ പറ്റും. അപ്പോൾ എന്തെന്ന് വന്നു എനിക്ക്? ഞാൻ ഇവിടെ എഴുതാം 30 √3 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് √3 + 1. അപ്പോൾ ആ തരത്തിലുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഈ √3 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 30 അവിടെ നിർത്തിയിട്ട് √3 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3 എന്ന് വന്നു. √3 + 1 √3 എന്നും വന്നു. 30 ഇൻറ്റു 3 + √3 ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റേഷ്യോ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് എൻ്റെ കയ്യിൽ ആസിഡ് ഈസ് ടു വാട്ടർ ഏത് റേഷ്യോയില? 60% ആസിഡും 40% വാട്ടറും. അപ്പോൾ അവർ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തെന്ന് വരും? 3:2 എന്ന് വരും. 3:2 റേഷ്യോയിൽ ആസിഡും വാട്ടറും എൻ്റെ കയ്യിലുണ്ട്. ഇനി എത്ര വാട്ടർ ആഡ് ചെയ്താലാണ് എനിക്ക് 40% ആസിഡ് കിട്ടുക? അപ്പം 40% ആസിഡ് എന്ന് പറയുമ്പോൾ 60% വാട്ടർ ആയിരിക്കും അല്ലേ? ഉറപ്പല്ലേ? അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പം 2:3 എന്ന് റേഷ്യോ കിട്ടും. അതായത് 2:3 എന്ന് എനിക്ക് രണ്ടാമത്തതിൻ്റെ കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 3:2 എന്ന് പറയുന്ന റേഷ്യോയിലായിരുന്നു. അതിലേക്ക് ഞാൻ എത്രയോ എമൗണ്ട് വാട്ടർ മാത്രം ആഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 2:3 എന്ന് പറയുന്ന റേഷ്യോ കിട്ടും. അപ്പോൾ ആസിഡിൽ ഞാൻ അവിടെ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. അപ്പോൾ ആസിഡ് ഇവിടെ 3 യൂണിറ്റ് ആയിരുന്നു, റിസൾട്ടൻറ്റിൽ എന്താ 2 യൂണിറ്റേ ഉള്ളൂ. അപ്പോൾ അവിടെ ഈക്വൽ ആക്കണം എനിക്ക്. അപ്പോൾ ഈ 2നെ എടുത്തിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ആ 3നെ എടുത്തിട്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ പുതിയ റേഷ്യോ എത്രയാണെന്ന് കിട്ടും? 2 × 3 6:4. ഇവിടെ എന്തെന്ന് കിട്ടും? 2 × 3 6:9 എന്ന് വരും. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ശരിയായി. ആസിഡിൽ വ്യത്യാസമൊന്നും വന്നില്ല. വാട്ടർ ഞാൻ 5 യൂണിറ്റ് ആഡ് ചെയ്തു അല്ലേ? 4 + 5 ആഡ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റിയൽ വാല്യൂ എന്താ അറിയുന്നത്? തുടക്കത്തിലുണ്ടായിരുന്ന ടോട്ടൽ സൊല്യൂഷൻ 175. തുടക്കത്തിലുണ്ടായിരുന്ന ടോട്ടൽ സൊല്യൂഷൻ എന്താ? 6 × 4 10 യൂണിറ്റാണ്. 10 യൂണിറ്റ് 175 ആണെങ്കിൽ 5 യൂണിറ്റാണ് ആഡ് ചെയ്തത് അല്ലേ? അപ്പോൾ 5 യൂണിറ്റ് എന്തായിരിക്കും? 5 യൂണിറ്റ് ഇതിൻ്റെ പകുതി ആയിരിക്കും. 175/2 10ൻ്റെ പകുതിയല്ലേ 5. അപ്പോൾ അതിൻ്റെ പകുതി എത്രയായിരിക്കും? 87.5 ആയിരിക്കും ആൻസർ. കണ്ടോ? ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും ഇതിൻ്റെ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് ഇരുന്ന് ഡിവൈഡ് ചെയ്യാം. 11/29 ചെയ്യുമ്പോൾ എത്രയെന്ന് വരും? ഒരു പോയിന്റ് ജസ്റ്റ് ചെയ്ത് നോക്കാൻ 2 രീതിയുണ്ട് നമുക്ക്. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്ത് നോക്കുക. 11/29 ചെയ്യുമ്പം അപ്രോക്സിമേറ്റ്ലി 0.3 സംതിങ് കിട്ടും. 23/37 എന്ന് പറയുമ്പം എത്രയെന്ന് വരും? 0.6 സംതിങ് എന്ന് വരും. 17/32 എന്ന് പറയുമ്പം 0.5 സംതിങ് വരും. 19/35 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എത്രയെന്ന് വരും? എത്ര വരും? 19/35 35 × 5 5 25 15 17 0.5 സംതിങ് തന്നെ വരും. അപ്പോൾ 0.5 ഇത് ഏതാ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ചോദിച്ചാൽ ഏതായിരിക്കും? 11/29 ആയിരിക്കും. 0.3 അതിനാണ് ചെറിയ വാല്യൂ വന്നത്. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ഇനി ഞാൻ പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അതായത് ഞാൻ എന്ത് ചെയ്തു? 11/29നെയും 23/37നെയും എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 11 × 37 ചെയ്യുമ്പോൾ 7 7 3 10 3 1 4. അത് ഞാൻ ഇവിടെ എഴുതി. ന്യൂമറേറ്റർ എവിടെയാണോ അവിടെ എഴുതണം. 407 എന്ന് എഴുതി. നെക്സ്റ്റ് ഈ 23നെ 29 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അവിടെയും കാൽക്കുലേഷൻ വരും. അപ്പോൾ 407 എത്രയെന്ന് വരും? 23 × 667 എന്ന് വരും അല്ലേ? ഇതിലേതാ വലുത്? നമുക്ക് ഏതാ വേണ്ടത്? സ്മോളസ്റ്റ് ഫ്രാക്ഷനാണ്. അപ്പോൾ ഇതിലേതാ ചെറുത്? ഇതാണ്. അപ്പോൾ ഞാൻ 11/29 നിർത്തും. ഇതിനെ ക്യാൻസൽ ചെയ്യും. അടുത്തത് 11/29 എടുത്തിട്ട് അപ്പോൾ ഈ ടേം പോയി. 7/32 എടുത്തു. 32 ആദ്യം എന്ത് ചെയ്യുക? ഈ 11നെ വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ന്യൂമറേറ്റർ എവിടെയാണ് അവിടെ അതിൻ്റെ ആൻസർ എഴുതണം. 2 3 2 5 3 എന്ന് എഴുതി. ഇനി ഈ ന്യൂമറേറ്ററിനെ എടുത്തിട്ട് ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 17 × 29 എന്ന് പറയുമ്പോൾ എത്രയെന്ന് വരും? 493 എന്ന് വരും. അത് ഞാൻ ഇപ്പുറത്ത് എഴുതും. ഇതിൻ്റെ ചോട്ടിൽ എഴുതും. അപ്പോൾ ഇതിലേതാ ചെറുത്? ഇതാണ് ചെറുത്. അപ്പോൾ ഞാൻ ഈ ഫ്രാക്ഷനെയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ 11/29 ഇനി ലാസ്റ്റത്തെ നമ്പർ ഏതാണത്? 19/35. ഈ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 അതിവിടെ എഴുതണം അല്ലേ? 5 5 3 8 3. അടുത്തത് ഈ 19നെ 29 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയെന്ന് വരും? 551. ഇതിലേതാ ചെറുത്? ഇത് തന്നെയാണ് ചെറുത്. അപ്പോൾ എനിക്ക് മനസ്സിലായി 3 എണ്ണത്തിൽ ഞാൻ നോക്കിയപ്പം 11/29 തന്നെയാണ് ചെറുതെന്ന് എനിക്ക് മനസ്സിലായി.
അപ്പോൾ എനിക്ക് ഈ രീതിയിലും ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ചെയ്തിട്ട്. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ന്യൂമറേറ്റർ ഏതാണോ നിങ്ങൾ എടുക്കുന്നത് ആ ന്യൂമറേറ്ററിൻ്റെ താഴെ തന്നെ ആയിരിക്കണം മൾട്ടിപ്പിൾ ചെയ്തിട്ട് ആൻസർ എഴുതേണ്ടത്. അത് മാത്രം ശ്രദ്ധിക്കുക. മറ്റവിടെ കൊണ്ട് എഴുതിയത് ആൻസർ മൊത്തം തെറ്റി. അതിനേക്കാളും നല്ലത് ഇരുന്ന് ഡിവൈഡ് ചെയ്യണത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും ചെറിയ ഫ്രാക്ഷൻ? 11/29 ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 25 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് എന്ത് ക്വസ്റ്റ്യനാണ്? നമ്മുടെ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യനാണ്. അടുത്ത 2026 പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ളതാണ്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ വരുന്ന MTSനാണെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും, CHSL മെയിൻസിനാണെങ്കിലും അതുപോലെ തന്നെ ഇനി വരുന്ന എക്സാംസിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എത്ര പേര് പ്രിലിംസ് 2026 പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫോക്കസ് ചെയ്തിട്ട് കുറച്ചും കൂടി നല്ല പെയ്ഡ് മൂക്കുകൾ നമുക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനത് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് ഇതുപോലെ ഞാൻ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക്